ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് ഭരണകൂടവും കോടതിയും അല്ല എന്നും അതിന്റെ ആചാര്യന്മാർക്ക് തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ അവകാശമെന്നും സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. സുധാകരന്റെ വാക്കുകൾ പരിശോധിക്കാം. ശബരിമല വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ ബാധ്യസ്ഥരല്ലേ ഞങ്ങൾ? വിശ്വാസങ്ങൾ സംരക്ഷിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു ബോർഡർ ഡ്യൂട്ടിയല്ലേ? ഇവിടെ വന്നിട്ടുള്ളത് തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള ഒരു ചോദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയും ജെൻഡർ ഈക്വാലിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകുന്നതല്ലേ? 10 വയസ്സുള്ള പെൺകുട്ടികൾ പോകുന്നില്ലേ? അപ്പോൾ എവിടെയാണ് ജെൻഡർ ഈക്വാലിറ്റി എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇവിടെ ഒരു നിശ്ചിത പ്രായത്തിന്റെ പരിധിക്കകത്ത് മാത്രമേ നിരോധനമുള്ളൂ. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രതിഷ്ഠയുടെ ഭാവമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത്. ആ ഭാവത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് ഭരണകൂടവും കോടതിയുമല്ല എന്നും അതിന്റെ ആചാര്യന്മാരാണ് എന്നും അദ്ദേഹം പറയുന്നു. വർഷങ്ങൾ ഒരുപാടായി ഈ കാലം അത്രയും ജനങ്ങൾ അനുഷ്ഠിച്ച ആചാരമാണ് താൻ പറഞ്ഞത്. ആചാരം എടുത്തു കളയാൻ ഒരു കോടതിക്കും ഒരു ഭരണകൂടത്തിനും അവകാശമില്ല. ആ ആചാരം സംരക്ഷിക്കപ്പെടണം. ആചാരം തെറ്റെന്ന് ബോധ്യം വന്നാൽ അത് മാറ്റേണ്ടതും കോടതിയും ഭരണകൂടവും അല്ല എന്നും അതിന്റെ ആചാര്യന്മാരാണെന്നും അദ്ദേഹം പറയുകയാണ്. അതേസമയം ശബരിമല കേസിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ഇതോടെ ഹൈക്കോടതി 3-അംഗ നിരീക്ഷക സമിതിയെ നിയമിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് നൽകിയ 2 ഹർജികളും സുപ്രീം കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതിയുടെ അധികാരങ്ങളിൽ ഇടപെടില്ലെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെ തന്നെ ആയിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഹർജികൾ പരിഗണിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിയാണ് ഹാജരായത്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണെന്നും ആ സാഹചര്യത്തിൽ ഹൈക്കോടതി ഈ ഹർജികൾ പരിഗണിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇതിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. എന്തായാലും സുധാകരന്റെ വാക്കുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.